ഈ അസ്ഥികളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ നടുവിൽ ഒരു ഉത്തരം പറയാനില്ല. അവൻ പറയുന്ന കാര്യം, പ്രവാചകൻ പറയുന്ന കാര്യം, കർത്താവേ നീ അറിയുന്നു. കാരണം ഇത് ജീവിക്കുമോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ എൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എനിക്കൊരു ഉത്തരം പറയാനില്ല. കർത്താവേ നീ അറിയുന്നെന്ന്. അടുത്ത വാക്യം അവനോട് പറഞ്ഞ്, കുഞ്ഞേ നിൻ്റെ അധരത്തിൽ ഉത്തരമില്ല എങ്കിൽ ഞാൻ നിൻ്റെ അധരത്തിലേക്കൊരു ഉത്തരം തരാൻ പോകുക. എന്ത്? നീ വാ തുറന്ന് പ്രവചിക്ക്, ഇത് ജീവിക്കുമെന്ന്. ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, നിൻ്റെ മുന്നിൽ ഹല്ലേലൂയ അസ്ഥിക്കൂമ്പാരം പോലെ കിടക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ ഒരിക്കലും ജീവൻ പ്രാപിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരത്തെ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന, ആർക്കും ഒരിക്കലും ശരിപ്പെടുത്താൻ കഴിയാത്ത, അറ്റുപോയിരിക്കുന്ന ചിലതിനെ, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചിലതിനെ, ഇനി ഒരിക്കലും പടുതെടുക്കാൻ കഴിയാത്ത ചിലതിനെ നോക്കിക്കൊണ്ട് നിനക്ക് ഉത്തരമില്ല എങ്കിൽ ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുന്നു, എനിക്ക് ഉത്തരമുണ്ട്. എനിക്ക് ഉത്തരമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളായിരിക്കുന്ന മേഖല നിന്നുകൊണ്ട്, നിങ്ങളായിരിക്കുന്ന സാഹചര്യം നോക്കിക്കൊണ്ട് പറയേ, ആറ്റു കടക്കുന്നത് ഒരിക്കലും ഇനിയും എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പറയുന്ന മേഖലകളിൽ ഒരിക്കലും ഇനിയും ജീവൻ പ്രാപിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മേഖലകളുടെ നടുവിൽ നിങ്ങൾ വിളിച്ചു പറയേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചന ശബ്ദം നിങ്ങളുടെ അധരത്തുനിന്ന് മുഴങ്ങട്ടെ. ജീവൻ പ്രാപിക്കുക. അറിയാനഘടകൽ ഷോൽഖരാധികം ധര അദുർഗമനഹടൽ ഖര. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് ചില ചോദ്യങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ചോദിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാനല്ല, നിന്നെ കൊടുക്കാനല്ല. ദൈവത്തിന് അതിൻ്റെ നടുവിൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ചില വിടുതൽ കാണുക, നിന്റെ അധരം കൊണ്ട് ചില ഉത്തരം പറയുക. ദൈവം നമ്മുടെ അധരങ്ങളെ ബലപ്പെടുത്തുന്ന രാത്രിയായി തീരട്ടെ. ഒരിക്കൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസേ, ഈ ഇരിക്കുന്ന പുരുഷാരത്തിന് നീ അപ്പം കൊടുക്കണം. ഫിലിപ്പോസ് പറഞ്ഞു, നാഥാ, ഈ 200 വെള്ളിക്കാശ് കൊണ്ട് അപ്പം മേടിച്ചാൽ പോലും എല്ലാവർക്കും കൊടുക്കാൻ കഴിയത്തില്ല. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനോട് പറഞ്ഞത് നീ കൊടുക്കാനാ പറഞ്ഞത്. അവൻ്റെ അസാധ്യതയുടെ വാക്കാ പറഞ്ഞത്. എന്ത്? 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ചാൽ എല്ലാവർക്കും തികയത്തില്ല എന്ന്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശു അവൻ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിരുന്നു. അടുത്ത നിമിഷം എന്താണ് കണ്ടത്? ഫിലിപ്പോസിൻ്റെ കരത്തിൽ കൊട്ടയിൽ നിന്നുകൊണ്ട് ഫിലിപ്പോസിൻ്റെ കയ്യിലെ 200 വെള്ളിക്കാശ് അവൻ്റെ പോക്കറ്റിൽ തന്നെ കിടക്കുന്നു. എന്നാൽ സ്വർഗം വാഴ്ത്തിക്കൊടുത്ത അപ്പോൾ അവൻ ജനത്തിന് ഹല്ലേലൂയ വിളമ്പുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എൻ്റെ കരത്തിലിരിക്കുന്ന 200 വെള്ളിക്കാശിനെ കണ്ടുകൊണ്ടല്ല സ്വർഗം പ്രവർത്തിക്കാൻ പോകുന്നത്. നിന്റെ പോക്കറ്റ് ശൂന്യമാണെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ശക്തനാണെന്ന കാര്യം മറന്നുപോകല്ലേ. ഇന്ന് രാത്രി നിന്റെ ഉത്തരം അസാധ്യത്തിൻ്റെ ഉത്തരമാണെങ്കിൽ അടുത്ത നിമിഷം നിന്റെ വായിലെ ഉത്തരം സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാനുള്ള സാക്ഷ്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യമായ വാക്കുകൾ അധരങ്ങളിൽ മാറട്ടെ. സാധ്യതയുടെ വാക്കുകൾ നമ്മുടെ അധരത്തുനിന്ന് പുറപ്പെടട്ടെ. ആമേൻ. ശ്രദ്ധിക്കണമേ, മറിയയോട് ദൂതൻ പറയുന്നു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അബ്രഹാമിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഒരിക്കൽ 3 ദൂതന്മാർ കയറി വന്നു. അബ്രഹാം അവർക്ക് വേണ്ടുവോളം സൽക്കാരങ്ങളൊക്കെ ചെയ്തു. അവർ പോകുന്നതിന് മുമ്പേ ദൂതന്മാരിൽ ഒരുവൻ അബ്രഹാമിനോട് പറയുന്ന കാര്യം, അടുത്ത വർഷം നിനക്കൊരു മകൻ ജനിക്കും. അബ്രഹാമിനും സാറയ്ക്കും ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദൂതൻ പറഞ്ഞത്. സാറ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അബ്രഹാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ദൂതൻ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് ഒരു സിംഹഗർജനം പോലെ പറയുന്നൊരു പദമുണ്ട്. 18-ാം അധ്യായം 14-ാം വാക്യം, ഉൽപ്പത്തി 18:14, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? നാം വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുകയാണ്. ആ ദൂതന്മാരിൽ ഒരുവൻ ചോദിക്കുകയാണ്. അടുത്ത നിമിഷം നാം കാണുന്നത് ദൈവത്തിൻ്റെ ഉറപ്പിച്ച് പറയുന്നു, അടുത്ത വർഷം സാറ ഒരു മകനെ അണച്ചിരിക്കും. ശ്രദ്ധിക്കണമേ, അവിടെ ഒരു ചോദ്യം മുഴങ്ങി.
അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്, അസാധ്യത മാത്രമാണ്. സാധ്യത ഒന്നുമില്ലാതിരിക്കുന്ന ഭവനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗം ചോദിക്കുവാണ്, യഹോവയെ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിനും സാറയ്ക്കും വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നു. പക്ഷേ നാം കാണുന്നത് എന്താണ്? അടുത്ത വർഷം ആണ്ട് കഴിയുന്നതിനെക്കാട്ട് മുമ്പേ സാറ ഒരു മകനെ പ്രസവിച്ചു. അബ്രഹാമിന് ദൈവം ഒരു തലമുറയെ കൊടുത്തു. ആ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിച്ചു. യഹോവയെ കഴിയാത്ത കാര്യം ഉണ്ടോ എന്ന് ഉള്ള ചോദ്യത്തിന് യഹോവയെ കഴിയാത്ത ഒരു കാര്യം ഇല്ല എന്ന്, യഹോവയെ കഴിയാത്ത ഒരു കാര്യം ഇല്ല എന്ന് ഉത്തരം ആ കുടുംബത്തിൽ വെളിപ്പെട്ടു. ഒരിക്കൽ ആ ഭവനത്തിനകത്തൊരു ചോദ്യം വെളിപ്പെട്ടു, യഹോവ കഴിയാത്ത കാര്യമുണ്ടോ എന്ന്. ആ ഭവനത്തിന് അകത്തണത്ത് തന്നെ ഇസഹാക്ക് ഓടിക്കളിക്കുമ്പോൾ ഞാൻ പറയാം, യഹോവയെ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നതിൻ്റെ ഒരു ഉത്തരം ആ ഭവനത്തെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോളേ, എൻ്റെയും നിങ്ങളുടെ ഭവനത്തെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നു, എനിക്ക് കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും കഴിയാത്ത, ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ സാധ്യതയില്ലാത്ത ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ സാധ്യമാക്കുന്നവനാണ് പറയുന്നത്, യഹോവയെ കഴിയാത്ത കാര്യം ഉണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. സ്വർഗം അത്ഭുതങ്ങളുടെ ദൈവമാണ്, സ്വർഗം അതിശയങ്ങളുടെ ദൈവമാണ്. അവൻ നാലലി ചിലത് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്. അസാധ്യമായത് 2020 സാധ്യമാകാത്ത പലതും 2021 ഹല്ലേലൂയ സാധ്യമാക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഹല്ലേലൂയ ഒരു ദൂതുവാഹ്യ നിലവാരത്തെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അവന് സകലതും സാധ്യമാണ്. ആമേ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, മറിയയോട് ദൂതൻ പറയുന്നു, എന്ത്? ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അവൾക്കൊരു അടയാളം കൊടുത്തു. അടയാളം മറ്റൊന്നുമല്ല, സെക്കരിയാവിനും എലിസബത്തിനും ദൈവം ഒരു തലമുറയെ കൊടുത്തു. അതായത് എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. ഇതിന് ശേഷമാണ് ഗബ്രിയേൽ ദൂതൻ പദം പറയുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. വചനം നല്ലവണ്ണം അറിയാവുന്ന, ദൈവവചനം പഠിച്ച, ദൈവ ആശ്രയമുള്ള, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച മറിയക്കൊരു കാര്യം അറിയാം. അബ്രഹാമിനും സാറയ്ക്കും വാർദ്ധക്യത്തിൽ തലമുറയെ കൊടുക്കാൻ കഴിവുള്ള ദൈവത്തിന് എൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനും സെക്കരിയാവിനും ഒരു തലമുറയെ കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൾ ഏറ്റെടുത്തപ്പോൾ അവൾ പറയുവാണ്, അത് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിലും വിടുതൽ ചെയ്യുക, എൻ്റെ ജീവിതത്തിലും വാഗ്ദത്തം നിറവേറ്റുവാൻ കഴിയുമെന്ന് അവൾ ഏറ്റെടുത്തു. എന്നാ സെക്കരിയാവിൻ്റെ കുടുംബത്തിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന സെക്കരിയാവ്, ജനത്തിനു വേണ്ടി ഇടിവ് നിൽക്കുന്ന സെക്കരിയാവ്, ദേവാലയത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കയറി ചെല്ലുന്ന മേഖലയിൽ കയറി ചെന്ന സെക്കരിയാവ്, താൻ കയറി ചെല്ലുമ്പോഴും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും തനിക്കൊരു തലമുറ ഇല്ലല്ലോ എന്ന വേദനയോടുകൂടെ നിലവിളിക്കുന്ന സെക്കരിയാവ്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൂതൻ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഇതേ ഗബ്രിയേൽ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ അവനോട് പറഞ്ഞു, സെക്കരിയാവേ, നിനക്കൊരു മകനെ ദൈവം തരുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സെക്കരിയാവിന് കഴിഞ്ഞില്ല. കാരണം സെക്കരിയാവിൻ്റെ മുന്നിൽ ഒത്തിരി അസാധ്യതകളുണ്ടായിരുന്നു. അവരുടെ വാർദ്ധക്യം തന്നെയായിരുന്നു അവിടെയും പ്രശ്നം. എന്നാൽ സെക്കരിയാവിൻ്റെ മേൽ ദൂതൻ പറയുന്നു, നിനക്ക് വാഗ്ദത്തം ലഭിക്കുന്നിടം വരെയും നിൻ്റെ അധരം മൗനമായിരിക്കും. നോക്കിയേ, സെക്കരിയാവിന് ഉത്തരം പറയാൻ കഴിയാത്ത വണ്ണം അവൻ്റെ വാ അടഞ്ഞുപോയി. കാരണം മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, അബ്രഹാമിനും സാറയ്ക്കും വാർദ്ധക്യത്തിൽ തലമുറയെ കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിന് സെക്കരിയാവെ നിൻ്റെ ജീവിതത്തിൽ തലമുറയെ തരാൻ കഴിയത്തില്ലേ, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ, പല ദൈവദാസന്മാരും അവർ വളരെ ശുശ്രൂഷ മുൻപന്തി നിൽക്കുന്നവരാണ്, അവർ പ്രാർത്ഥന വീരന്മാരാണ്, പ്രസംഗ വീരന്മാരാണ്, ജനത്തിന് ഇടിവ് നിൽക്കുന്നവരാണ്, ഏറ്റവും വലിയ പദവി നിൽക്കുന്നവരാണ്, ശക്തമേറിയ പ്രാസംഗികരാണ്. പക്ഷെ പലപ്പോഴും വിശ്വാസത്തിൻ്റെ അളവ് തൂക്കി നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയാം, പലർക്കും വിദ്യാഭ്യാസം വളരെ കൂടിയപ്പോൾ, ഹല്ലേലൂയ, വചനത്തെ പറ്റിയുള്ള വളരെ അറിവുകളൊക്കെ ഒത്തിരി വർദ്ധിച്ചപ്പോൾ വിശ്വാസം കുറഞ്ഞുപോയി.
നമ്മൾ പലപ്പോഴും കേട്ടൊരു കഥയുണ്ടല്ലോ. ഹല്ലേലൂയ. പണ്ടൊരിക്കലും ഒരു മെത്രാൻ പറഞ്ഞതുപോലെ, വചനമൊക്കെ ഒത്തിരി പഠിച്ചു വന്ന മെത്രാൻ ഒരിക്കൽ പറഞ്ഞു, ഈ ചെങ്കടലിനെ പറ്റി പറയുമ്പോൾ അവിടെ മുട്ടറ്റം വെള്ളമൊക്കെ ഉള്ളായിരുന്നു, നടന്നു പോകാനുള്ള വെള്ളമൊക്കെ ഉള്ളായിരുന്നു. തൻ്റെ പഠനം വെച്ച് നോക്കുമ്പോൾ, തൻ്റെ സ്റ്റഡീസൊക്കെ വെച്ച് നോക്കുമ്പോൾ, തൻ്റെ റിസർച്ചൊക്കെ നോക്കുമ്പോൾ ചെങ്കടലിൽ കൂടെ ഏത് മനുഷ്യനും നടന്നു പോകാൻ പറ്റുന്ന കഴിവുള്ളൂ. അതുകൊണ്ട് ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ ജനം കടന്നു പോയെന്ന് പറയുമ്പോൾ അത് വലിയ മിറക്കിളായിട്ടൊന്നും എടുക്കണ്ട, നടന്നു പോകാനുള്ള വെള്ളമേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി വളരെ ശക്തിയോട് സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മെത്രാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ പറഞ്ഞത് മുട്ടറ്റം വെള്ളത്തിൽ നടന്നു പോകാനാണ് പറഞ്ഞത്, ഇത്രയും ഹല്ലേലൂയ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അമ്മച്ചി പറഞ്ഞു, മുട്ടറ്റം വെള്ളത്തിൽ നടന്നു പോകാൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ സ്തോത്രം പറഞ്ഞത്, ആ മുട്ടറ്റം വെള്ളത്തിലും ഫറവോനും സൈന്യത്തെയും തോൽപ്പിച്ച് എൻ്റെ ദൈവജനത്തെ അക്കരെ കടത്തിയ ആ ദൈവത്തിൻ്റെ ശക്തിയോർത്താ ഞാൻ സ്തോത്രം ചെയ്യുന്നെന്ന് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞുകൊള്ളട്ടെ. അറിവ് ചേർക്കുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോകരുത്. ഇന്ന് രാത്രി ഒത്തിരി അറിവൊന്നുമില്ല എങ്കിലോ ഇന്ന് രാത്രി ഏറ്റെടുക്ക് കുഞ്ഞി. ഹല്ലേലൂയ. അറിവ് പെരുകിയപ്പോൾ വിശ്വാസം കുറഞ്ഞു പോകുന്നൊരു തലമുറയെ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, അറിവിനേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, സ്വർഗം ഇന്ന് രാത്രിയിലോ അവൻ്റെ ശക്തമേറിയ കരം, അവൻ്റെ സാധ്യതയുടെ കരം, അവൻ്റെ സാധ്യമാക്കുന്ന കരം നമുക്ക് രുചിച്ചറിയാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുമ്പോൾ 1-2 കാര്യം കൂടെ വേഗം പറയാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കണമേ. സെക്കറിയാവിന് വിശ്വസിച്ചേറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ശുശ്രൂഷകൻ മുൻപന്തി നിൽക്കുന്ന സെക്കറിയാവിന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാഗ്ദത്തം പ്രാപിച്ചു, ശരിയാണ്. അവൻ അടയാളം കിട്ടി, അവൻ്റെ അധരം മൗനമായിരുന്നു. അവൻ ഉത്തരം പറയാൻ ഇല്ലാതിരുന്നു. പക്ഷെ പിന്നത്തേത് ഉത്തരം പറയാൻ അവസരം കൊടുത്തു. എന്നാൽ മറിയ നോക്കിക്കേ, അവൾക്ക് ഹല്ലേലൂയ, അവൾ സ്വയമായി ഏറ്റെടുത്തു, ഞാൻ കർത്താവിൻ്റെ ദാസി,